നീ ഈ പോക്ക് പോയാ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും നിന്നെ ഒന്ന് കാണാൻ അവള് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ ആയതില് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ഞാനും ചീരുവും വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, നിനക്കറിയായിരുന്നല്ലോ ഇല്ലേ? ഞങ്ങളുടെ ജീവിതത്തിന് താളം തെറ്റിപ്പോയത് ആ സ്വർണത്തിന്റെ പേരില. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ എന്റെ മാമനടക്കം എല്ലാവരും എന്നെ കൈവിട്ട് കളഞ്ഞു. ആരും സഹായിച്ചില്ല, ആരും. ഞാൻ സ്വപ്നം കണ്ട ആ സ്ഥാപനം എനിക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇപ്പോഴും അതിന്റെ ഓണർ എന്നെ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കുക. ആ സ്ഥാപനം വീണ്ടും തുടങ്ങാൻ പറ്റിയ വിനയന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. അതിന് കാശ് വേണ്ട അനുപമ. വെറുതെ വീണ്ടും അതൊക്കെ മോഹിച്ചിട്ട് എന്തിനാ? ഞാനിങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം. വിനയന് ആ സ്ഥാപനം തുടങ്ങാനുള്ള കാശ് ഞാൻ തരാം. ശരിക്കും? അതെ, പക്ഷേ ആർച്ചമോളെയും ഭദ്രമോളെയും നീ ചീരുവിനെ ഏൽപ്പിക്കണം. അത് ശരി. അപ്പൊ നീ എന്റെ മക്കളെ വിലക്ക് വാങ്ങിക്കാൻ നോക്കുക അല്ലേ? നിന്റെ മാത്രം മക്കളല്ലല്ലോ വിനയ, ചീരുവിന്റെ കൂടെ മക്കളല്ലേ. ആ 2 പെൺകുഞ്ഞുങ്ങളെയും അവരുടെ അമ്മ വളർത്തട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചീരുവിന് ജനിക്കാൻ പോകുന്ന ആൺകുഞ്ഞിനെ അവൾ എനിക്ക് തരണം. എന്താ? അത് കൊച്ചി ജനിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ഇപ്പൊ നീ അനു പറഞ്ഞതിന് ഒരു തീരുമാനം പറ. ആ സ്ഥാപനം തുടങ്ങാൻ പറ്റിയ വിനയന്റെ പാതി പ്രശ്നം തീരുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ആദ്യം ഓക്കെ ആയ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കും വിനയൻ. വിനയൻ റെഡിയാണെങ്കിൽ ആ സ്ഥാപനം തുടങ്ങാനുള്ള പണം നാളെ തന്നെ ഞാൻ തരാം. എന്തു പറയുന്നു? ശരി, ഞാൻ സമ്മതിച്ചു. പിന്നെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. വീണ്ടും അത് തെറ്റിച്ച് വിനയനെ ഭ്രാന്തനാക്കരുത്. ഇല്ല, ഇന്ദ്രേട്ടൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണത്തിൽ നിന്ന് വിനയൻ ആവശ്യമുള്ള പണം ഞാൻ നാളെ തന്നെ തന്നിരിക്കും, ഉറപ്പ്.